നമസ്കാരം. ഒരു 40+ ആയി കഴിഞ്ഞാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ തന്നെ ആരോഗ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ടപ്പാടൊന്നും അല്ല അല്ലേ. അപ്പം പൊതുവെ ആയാലും കാൽസ്യത്തിൻ്റെ കുറവ് വളരെ പെട്ടെന്ന് സ്ത്രീകളിൽ കാണാറുണ്ട്. അപ്പം കുഞ്ഞുങ്ങൾക്കായാലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതും വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ആൻറ്റി ഓക്സിഡൻസിൻ്റെയും ഒക്കെ തന്നെ കലവറയായിട്ടുള്ള ഒരു കൂട്ടാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് നമുക്കൊരു പ്രായം കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മുട്ടുവേദന, ശാരീരിക ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ കൊളസ്ട്രോളോ ഡയബറ്റീസോ ഇതുപോലെയുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്തെങ്കിലും ബാധിക്കുന്നത്, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത്, ഇത്തരം രോഗങ്ങളെയൊക്കെ ചെറുക്കാനും കൂടെ സഹായിക്കുന്ന ഒരു കൂട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് ചെറുപയറാണ് ചേർത്തിട്ടുള്ളത്. ഇത് നമ്മുടെ കൊളസ്ട്രോൾ ലെവലിനെയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. അയൺ ധാരാളം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് അനീമിയ കേസിൽ അല്ലെങ്കിൽ വിളർച്ച ഉണ്ടെങ്കിൽ മാറ്റാനൊക്കെ നല്ലതാണ്. ചെറുപയർ കറിയൊക്കെ വെച്ച് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. അതുപോലെ തന്നെ കറിവേപ്പിലയായാലും നമ്മുടെ മുടിയുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. മുടി കറുപ്പ് കളറ് കിട്ടാൻ വേണ്ടിയിട്ടും ഇനി കൊഴിച്ചിലുണ്ടെങ്കിൽ തടയാനും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. ഫ്ലാക്സീഡ്, ചണവിത്തായാലും നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. എള്ള് സ്ത്രീകൾക്ക് വളരെ വിശേഷപ്പെട്ടതാണ്. ഹെൽത്തി ഫാറ്റ്, പ്രോട്ടീൻ, ഫൈബർ, വൈറ്റമിൻ, മിനറൽസ് ആയിട്ടുള്ള കാൽസ്യം, മഗ്നീഷ്യം, അയൺ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ സൺഫ്ലവർ സീഡ് ആയാലും വൈറ്റമിൻ ഇ ധാരാളമുണ്ട്. ഹെൽത്തി ഫാറ്റ്, കോപ്പർ ഇതൊക്കെ ഉള്ളതുകൊണ്ടും ബ്ലഡ് ഷുഗർ ലെവൽ നോർമലാക്കാനും തൈറോയിഡിൻ്റെ ഹെൽത്തിന് സപ്പോർട്ട് ചെയ്യുന്നതുമായിട്ടുള്ളൊരു ഘടകമാണ്. ഇനി നെക്സ്റ്റ് വാൾനട്ട് ഹൃദയത്തിൻ്റെയും അതുപോലെ നമ്മുടെ തലച്ചോറിൻ്റെയും ഗട്ട് ഹെൽത്തിനും ഒക്കെ തന്നെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. കാഷ്യൂ നമ്മുടെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലുള്ള കേസിലൊക്കെ കുറയ്ക്കാനൊക്കെ നല്ലതാണ്. ആൽമണ്ട് ആയാലും ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനായാലും കണ്ണിൻ്റെ ആരോഗ്യത്തിനും വൈറ്റമിൻ ഇ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. പംകിൻ സീഡ് ആയാലും ഇത് എപ്പോഴും തന്നെ ഇൻഫ്ലമേഷൻ ശരീരത്തിലുണ്ടെങ്കിൽ കുറയ്ക്കാൻ നല്ലതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുള്ള ഒത്തിരി ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള നട്ട്സുകളും സീഡ്സുകളും ഒക്കെയാണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള പാത്രം ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ. കഴിയുന്നതും അടി കട്ടിയുള്ള മറ്റുള്ള പാത്രങ്ങൾ, നോൺ സ്റ്റിക്ക് അല്ലാത്തത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. പൊടിക്കുന്ന സമയത്ത് ഇനി അത് തനിയെ പൊടിച്ചാലും മതി. ഞാനിപ്പോൾ ഇവിടെ ശർക്കര ചേർത്തിട്ടുണ്ട്. ശർക്കരയ്ക്ക് പകരം കരിപ്പെട്ടിയോ അല്ലെങ്കിൽ ചക്കരയോ ഒക്കെ തന്നെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. എന്നിട്ട് ആ പൊടി ഇതുപോലെ ചെയ്ത് വെക്കാം. ഇല്ലെങ്കിൽ ലഡു രൂപത്തിൽ അല്പം ശർക്കരപ്പാനി ചേർത്ത് അതിലേക്ക് അല്പം തേങ്ങയും കൂടെ ചേർത്ത് ലഡുവായിട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം, ഇത്രയും ഏറെ നട്ട്സ് ഒക്കെ ചെയ്യണമെങ്കിൽ അത് കയ്യിൽ അതിനുള്ള ക്യാഷ് ഇല്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. നമുക്ക് ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള അനാവശ്യമായിട്ടുള്ള ഫുഡ് ഐറ്റംസിലേക്കൊക്കെ പോകുന്നതിന് ചിലവാക്കുന്ന കാര്യങ്ങൾ മാറ്റിവെച്ച് നമുക്ക് ഇതുപോലെയുള്ള ഹെൽത്തി ഫാറ്റിനെ നമ്മുടെ ബോഡിക്ക് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ HDL നല്ല കൊളസ്ട്രോളിനെ കൂട്ടാൻ സഹായിക്കും. അതുപോലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും. ഇനി ഡയബറ്റീസ് എന്നുള്ള ഒരു പ്രശ്നം വരാതിരിക്കാൻ നല്ലതാണ്. ഓവർ വെയ്റ്റ്, ഒബേസിറ്റിയിലേക്ക് പോകുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ തന്നെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇത് നല്ല രീതിയിലും മോശമായ രീതിയിലും നിങ്ങൾക്ക് ഈ പൗഡർ ഉപയോഗിക്കാം. നല്ല രീതിയിൽ എന്ന് പറയുമ്പം ശരിയായ അളവിൽ വളരെ ചെറിയൊരു ടീസ്പൂണിന് 1-2 ടീസ്പൂൺ ഒരു ദിവസം, അല്ലെങ്കിൽ ഇത് ഞാൻ പറഞ്ഞതുപോലെ ഒരു ഉണ്ടയാക്കി ലഡുവാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരെണ്ണം ഒരു ദിവസം അങ്ങനെ ഉപയോഗിക്കാം. ഇത് 3-4 ഒക്കെ ഒരു ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരു അൺഹെൽത്തി വേ ആണ്. അതങ്ങനെ കഴിക്കുന്നത് വഴി ചിലർക്ക് ഈ കൊളസ്ട്രോൾ എന്നുള്ള പ്രശ്നം, ട്രൈഗ്ലിസറൈഡിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ കൂടാനാണ് സാധ്യത. അതുപോലെ ഡയബറ്റിക് പേഷ്യൻസിന് പ്രശ്നമാണ് ഒബേസിറ്റി, അല്ലെങ്കിൽ വെയിറ്റ് കൂട്ടാൻ സാധ്യതയുണ്ട്. വെയിറ്റ് കുറയ്ക്കുന്നതും ഇതുപോലെ എല്ലാം മിതമാക്കുന്ന രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളെയൊക്കെ ഇല്ലാതാക്കാനും കൂടെ സഹായിക്കുന്ന പൊടിയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ കഴിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. ഇത്തരം കാര്യങ്ങളിൽ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻസ് ധാരാളമുണ്ട്, നമുക്ക് ആവശ്യമായിട്ടുള്ള മിനറൽസ് ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഇതൊക്കെ തന്നെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ബലത്തിന് സഹായിക്കും. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ബോൺ ഫ്രാക്ചർ ഒക്കെ വരുന്നത് തടയാൻ വേണ്ടി സഹായിക്കും. പിന്നെ ഇതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ നമുക്ക് ആരോഗ്യപരമായിട്ടായാലും നമ്മുടെ സ്കിന്നിനായാലും മുടിയുടെ പ്രശ്നങ്ങൾക്കായാലും ഒക്കെ തന്നെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വാൽനട്ടൊക്കെ ഉപയോഗിക്കുന്ന
കഴിക്കുന്നതിനെ കുറിച്ചിട്ടും ഇതിൽ ഓരോ നട്ട്സിനെ കുറിച്ചും മുൻപ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇത്തരം നട്ടുകൾ അമിതമായിട്ട് ഉപയോഗിക്കരുത് എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ 1-2 ടീസ്പൂൺ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് ഒരുപാട് സമയത്തേന് നമുക്ക് വയറ് ഫില്ലായതുപോലെ തോന്നും. അതുകൊണ്ട് അമിതമായിട്ട് ഭക്ഷണം കഴിക്കണം എന്നുള്ള ആ ഒരു ചിന്ത തന്നെ ഇല്ലാതാവും. അതുവഴി നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ഈ രീതിയിൽ തന്നെ കഴിക്കണം. ലഡുവായിട്ട് കഴിക്കാം, പൗഡറായിട്ട് കഴിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മിക്സ് എടുത്ത് വെച്ച് പാലിൽ കുറുക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. ഇനി അല്ലെങ്കിൽ ഒരു പഴം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫ്രൂട്ടും ഇട്ടിട്ട് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പാല് വേണമെങ്കിൽ പാല് ചേർക്കാം. അത് മാത്രം ഇട്ട് ഒരു സ്മൂത്തി രൂപത്തിൽ തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ, ഇത് ഭക്ഷണത്തിന് ശേഷമാണോ മുന്നേ ആണോ എന്ന് ചോദിക്കരുതേ, ഇത് ഒരു നേരത്തെ ഭക്ഷണമായിട്ടാണ് ഈ രീതിയിൽ പറഞ്ഞത്, സ്മൂത്തിയൊക്കെ തന്നെ. അപ്പോൾ ഇങ്ങനെ കഴിക്കുന്നത് ഒരുപാട് സമയം നമുക്ക് ആ ഒരു എനർജി ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഇനി ഇത് അമിതമായി കഴിക്കുന്ന സമയത്ത് ആർട്ടിക്കേരിയ പ്രശ്നങ്ങളുള്ളവരോ അല്ലെങ്കിൽ വൃക്ക രോഗം, കിഡ്നി സ്റ്റോൺ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇടയ്ക്കടി വരുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ കശുവണ്ടിയൊക്കെ ചേർത്തിട്ടുള്ളതായതുകൊണ്ടും കഴിക്കുകയാണെങ്കിൽ ഡോക്ടറിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള കൺസൾട്ടേഷനിൽ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. കാരണം ഇത് ഓക്സലേറ്റ് ഫോം ചെയ്യാൻ സാധ്യതയുണ്ട് അമിതമായി കഴിഞ്ഞാൽ. കാരണം നിങ്ങൾ ഇത്തരം നട്ട്സുകൾ, ഒരു പിടി നട്ട്സ് ഒരു ദിവസം കഴിക്കുന്നത് വളരെ ഹെൽത്തിയാണ്. ഞാൻ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉണ്ട്. അതിലധികമായി കഴിഞ്ഞാലാണ് ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നത്. പ്രത്യേകിച്ചും ശരിയായ അളവിൽ വെള്ളം കുടിക്കുന്നില്ല, ഇത്തരം ഓക്സലേറ്റ് ഫോം ചെയ്താലും അതിനെ മൂത്രത്തിലൂടെയെങ്കിലും പുറന്തള്ളിക്കളയാനുള്ള രീതിയിലുള്ള വെള്ളം ഉള്ളിലേക്ക് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ നട്ട്സിന് അലർജി ഉള്ളവരാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കൊന്നും തന്നെ മുതിരരുത്. ഇനി സ്കിന്നിൻ്റെയും ഹെയറിൻ്റെയും ഒക്കെ തന്നെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ആ ഒരു കാൽസ്യം കുറവിനെ തന്നെ നികത്താം എന്നുള്ളത് പറഞ്ഞതുപോലെ തന്നെ കൊളാജൻ്റെ കുറവ് കാരണം സ്കിന്നിൽ ചുളിവുകൾ വീഴുന്നതും അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്കിന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കാതെ വരുമ്പോഴാണ് അത്തരം പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും ആർത്തവ വിരാമം അടുത്തിരിക്കുന്ന സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഇതുപോലെ വേദനകളും, പേശിവേദനയായാലും സന്ധിവേദനയായാലും അല്ലെങ്കിൽ ബോണിൽ കാൽസ്യം കുറഞ്ഞിട്ട് ഓസ്റ്റിയോപോറോസിസിലേക്ക് പോകുന്ന കണ്ടീഷൻ ആയാലും അങ്ങനെ പല കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിനൊക്കെ കൂടെയുള്ള ഒരു മെഡിസിനാണ് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മിതമായ അളവിൽ ഇത് എടുക്കുന്നത് കൊണ്ട് ഒരുപാടേറെ ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെട്ടിട്ടുള്ള ഈ ഒരു പൗഡർ ഫോം അല്ലെങ്കിൽ നിങ്ങൾക്കത് ലഡുവായിട്ട് തയ്യാറാക്കി എടുക്കുന്നതായാലും എന്തായാലും തന്നെ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാലും ബോഡിയിൽ വരുന്ന വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ അറിയാൻ വേണ്ടിയിട്ട് അതൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.